ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. MRFinterior വേൾഡിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. ഞാൻ ഫിറോസ് മുഹമ്മദ്. ഇന്ന് നിങ്ങളെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ നാട് കണ്ണൂർ സിറ്റിയിലാണ്. വളരെ മനോഹരമായിട്ട് ഒരു കല്യാണ ബെഡ്റൂം എങ്ങനെ ടെക്സ്ചർ ഡിസൈൻ ചെയ്യുന്നു എന്നതിൻ്റെ കാഴ്ചയാണ് എനിക്കിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് തന്നെ എങ്ങനെ ഒരു ടെക്സ്ചർ ഡിസൈൻ ചെയ്യാം എന്നത് ലളിതമായിട്ട് വളരെ മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്തി ആവാൻ സാധ്യതയുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്കിത് വ്യക്തമായിട്ട് മനസ്സിലാവും. തീർച്ചയായും ഇന്നത്തെ രസകരമായ ഉപകാരപ്രദമാകുന്ന വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് അറിവിലേക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ടെക്സ്ചർ ഡിസൈൻ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്ക് ചെയ്യാൻ ആവശ്യമായ ഏരിയയിലേക്കുള്ള ആ ഒരു വാളിലേക്ക് നമ്മൾ ഡിസൈൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഡിസൈൻ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്ത് ആ ഡിസൈനിൽ ഒരു 2-വേ ടാപ്പ്, ഒരു 1/4 ഇഞ്ച് കനം വരുന്ന ഒരു 2-വേ ടാപ്പ് നമ്മൾ അതിൽ ഒട്ടിച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കനത്തിൽ പുട്ടി കയറാൻ വേണ്ടിയിട്ടും, പിന്നെ ഡിസൈൻ ചെയ്തതിന് ശേഷം നമുക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഡിസൈനാണോ ഏത് പാറ്റേൺ ആണോ നമ്മൾ പുട്ടിയിട്ടിരിക്കുന്നത് ആ ഒരു സ്കെച്ച് അവിടെ കൃത്യമായി പതിയുകയും ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രക്രിയ തുടങ്ങുന്നത്. നമ്മളിവിടെ ചെയ്യുന്നത്, ഈ ഒരു കല്യാണ ബെഡ്റൂമിൽ ചെയ്യാനുള്ള വാൾ എന്ന് പറയുന്നത് 6 അടി ഹൈറ്റും 7 അടി വീതിയുമുള്ള ഒരു ചുമരാണ്. ഇവിടെ മനോഹരമായിട്ട് ഒരു 4 ഇഞ്ച് കനത്തിൽ മുകളിലായിട്ട് 6 അടി ഹൈറ്റിന് മുകളിലായിട്ട് ഒരു പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. പ്ലൈവുഡ് വിത്ത് ലാമിനേഷൻ ചെയ്തിട്ടാണ് ആ പാനലിംഗ് കൊടുത്തിട്ടുള്ളത്. ആ പാനലിങ്ങിൻ്റെ തൊട്ട് താഴെയിലാണ് നമുക്ക് ഈ ഒരു വാള് ടെക്സ്ചർ ഡിസൈൻ ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഫസ്റ്റത്തെ പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലായി. ഇനി രണ്ടാമത്തെ പ്രോസസ്സിലേക്ക് കിടക്കാം. രണ്ടാമത്തെ പ്രോസസ്സാണ്, നമ്മൾ ഒട്ടിച്ച ടാപ്പിന് കൃത്യമായിട്ട് അതിൻ്റെ ഇടയിൽ ഒരു നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഏത് ടെക്സ്ചറാണോ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ടെക്സ്ചർ വളരെ വൃത്തിയായിട്ട് പതിപ്പിക്കുക എന്നുള്ളതാണ്. അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ ഏത് കനത്തിലാണോ ടാപ്പ് കൊടുത്തിട്ടുള്ളത് ആ ടാപ്പിൻ്റെ കനത്തിൽ തന്നെ അവിടെ പുട്ടികൾ വ്യക്തമായിട്ട് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇതുപോലെ പുട്ടിയിടുന്നതോട് കൂടിയിട്ട് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് പൂർത്തിയായി. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ആ പുട്ടിയിട്ടതിന് ശേഷം ഉണങ്ങുന്നതിന് മുമ്പായിട്ട് ഏത് പാറ്റേൺ ആണോ ഏത് ഡിസൈൻ ആണോ നിങ്ങൾ ടെക്സ്ചറിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ആ ഡിസൈൻ അതിനകത്ത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ഗ്രെയിൻസ് ഡിസൈനാണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത്, നമ്മൾ സാധാരണ ഹെയറൊക്കെ വാരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധാ ചീർപ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ആ ചീർപ്പ് കൊണ്ട് വളരെ സാവധാനം വൃത്തിയായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻസ് നമ്മളിവിടെ കൊടുക്കുകയാണ്. സോ ആ ഡിസൈനാണ് നമുക്കിവിടെ കിട്ടേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ലൈൻ ഡിസൈൻ ഇവിടെ കൊടുക്കുന്നത്. നിങ്ങൾ ഇതുപോലെ എന്ത് ഡിസൈൻ, നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഏത് ഡിസൈൻ വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, പുട്ടി ഉണങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു ടെക്സ്ചർ ഡിസൈൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതല്ല എങ്കിൽ പുട്ടി ഉണങ്ങിയതിന് ശേഷമാണ് നിങ്ങൾ ഇതുപോലെ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്കത് ഭംഗിയായി ചെയ്യാൻ സാധിക്കില്ല. മൂന്നാമത്തെ സ്റ്റെപ്പിന് ശേഷം നാലാമതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ ആദ്യം
ഒട്ടിച്ച് വെച്ച ആ ഒരു 2-വേ ടാപ്പ് പുട്ടിയിട്ട് കുറച്ച് ഉണങ്ങിയതിന് ശേഷം, അതായത് പുട്ടി ഡ്രൈ ആയതിനു ശേഷം ഇളക്കി മാറ്റുക എന്നുള്ളതാണ്. വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ആ ലൈൻസിനും പോറലുകൾ സംഭവിക്കാതെ അല്ലെങ്കിൽ ആ പുട്ടിയിട്ടത് ഇളകിപ്പോകാത്ത രീതിയിൽ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് അത് ആ ഒരു ടാപ്പ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് നാലാമതായിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതാണ് നാലാമത്തെ സ്റ്റെപ്പ്. അങ്ങനെ വളരെ സാവധാനം ഓരോന്നായിട്ട് റിമൂവ് ചെയ്ത് കൊണ്ടുവരിക. ഇങ്ങനെ നാലാമത്തെ സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞതിന് ശേഷം അഞ്ചാമതായിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് ആ ഒരു പുട്ടിയിൽ നമ്മൾ വളരെ നൈസായിട്ടുള്ള ഒരു പേപ്പർ ഉപയോഗിച്ചുകൊണ്ട്, വാട്ടർ പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് ആ ഗ്രെയിൻസൊക്കെ ഒന്ന് നമ്മൾ സ്ക്രബ് ചെയ്ത് കളയുക. അത് നന്നായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യാം. ഒരു കാരണവശാലും അതിൻ്റെ അകത്തുള്ള ആ ഒരു ലൈനും കാര്യങ്ങളിലൊക്കെ വിള്ളൽ വരാതെ അല്ലെങ്കിൽ പൊട്ടൽ സംഭവിക്കാത്ത രീതിയിൽ വളരെ സോഫ്റ്റ് ആയിട്ടുകൊണ്ട് നമ്മളതൊന്ന് ഉരച്ചെടുക്കുക. ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഏത് കളറാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ കളറ് വളരെ വൃത്തിയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഗോൾഡൻ തീം, നമ്മുടെ തീം ഗോൾഡൻ ആയതുകൊണ്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഗോൾഡൻ എമർഷൻ പെയിൻ്റ് ആണ്. അത് വളരെ സാവധാനം നിങ്ങളുടെ ഡിസൈൻ എന്താണോ അതനുസരിച്ച് അത് വൃത്തിയായിട്ട് നിങ്ങളുടെ കളർ കോഡ് ഏതാണോ ആ കോഡിനനുസരിച്ച് കൊണ്ട് ചെയ്യുക. നമുക്കിവിടെ ചെയ്യാനുള്ളത് ഗോൾഡൻ ആണ്. ഗോൾഡൻ ടെക്സ്ചർ ഇൻഡിഗോയുടെ തന്നെ ഗോൾഡൻ എമർഷൻ പെയിൻ്റ് ആണ് നമ്മളിവിടെ ബോളിന് ക്രിയേറ്റ് കൊടുക്കുന്നത്. നമുക്ക് 2 ടൈപ്പിൽ, അതായത് 2 കോട്ടാണ് നമുക്കിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. വളരെ വൃത്തിയായിട്ട് ആദ്യം ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫസ്റ്റ് കോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക, പെയിൻ്റ് അടിച്ച് പിടിപ്പിക്കുക. അത് കുറച്ച് സമയം, അതായത് അധികം സമയം എടുക്കും. കാരണം ഡ്രൈ ആയിട്ടുള്ള വാളിലേക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ പെയിൻറ് ചെയ്യുന്ന സമയത്ത് വളരെ റാഷായിട്ടായിരിക്കും ബ്രഷ് അവിടെ നമുക്ക് പോകാൻ പറ്റുക. അങ്ങനെ ചെയ്തതിന് ശേഷം ഏഴാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ഏഴാമതായി ചെയ്യേണ്ടത് രണ്ടാമത്തെ കോട്ട് നമ്മൾ പെയിൻറ്റും കൂടി, അതായത് സെയിം കോട്ട് തന്നെ, സെയിം പെയിൻറ്റ് തന്നെ രണ്ടാമത്തെ കോട്ടായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റോളർ ഉപയോഗിക്കുക എന്നുള്ളതാണ്. എട്ടാമതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് എല്ലാം ഫിനിഷ് ആയതിനു ശേഷം നമ്മൾ രണ്ടാമത്തെ കോട്ടും കൂടി പെയിൻറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് വരുന്ന ഡിസൈൻ അല്ലെങ്കിൽ ഗ്രൂവ് കാര്യങ്ങൾ, ലൈന് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നിങ്ങളുടെ ഇഷ്ടാനുസരണം, നിങ്ങളുടെ ഡിസൈൻ അനുസരിച്ച് അല്ലെങ്കിൽ പാറ്റേൺ അനുസരിച്ചുള്ള ലൈനിങ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളെ ഡിസൈൻ ബ്ലാക്ക് ആയതുകൊണ്ട്, നമ്മൾ പാറ്റേൺ ബ്ലാക്ക് ആയതുകൊണ്ട് ആ ലൈനിൽ നമ്മൾ ബ്ലാക്ക് എമിൽഷൻ പെയിൻ്റ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതും വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് നമ്മൾ ഒരു സംഭവം ഫൈനൽ കോട്ട് അടിച്ച ഒരു ടെക്സ്റ്റർ ഡിസൈനിലേക്കാണ് നമ്മൾ ലൈൻസ് കൊടുക്കുന്നത്. അത് പെയിൻറ്റ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. സോ വളരെ കെയർഫുൾ ആയിട്ട് ഇതുപോലെ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ലൈൻസിൽ കൊടുക്കുക. അതല്ലാതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ലെഫ്റ്റ് ആൻഡ് റൈറ്റിലേക്ക് നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ബ്രഷ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗോൾഡനിലേക്കും ഇത് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ വളരെ കെയർ ചെയ്തുകൊണ്ട് ഈ ഒരു സ്റ്റേജ് പൂർത്തിയാക്കുക. ഇത്രയും ചെയ്യുന്നതോടുകൂടിയിട്ട് നമ്മുടെ ടെക്സ്റ്റർ ഡിസൈൻ പൂർത്തിയായി കഴിഞ്ഞു. ആഫ്റ്റർ ഫിനിഷ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. കണ്ടോ, ഈ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ലാസിക് ടെക്സ്റ്റർ ഡിസൈനാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പ്രക്രിയയാണ് നിങ്ങൾ ഈ ഒരു ലെങ്തി ആയിട്ടുള്ള വീഡിയോയിൽ മുഴുവനായിട്ട് കണ്ടത്. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി, ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് വ്യത്യസ്തമായ ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ വീഡിയോയിൽ വീണ്ടും കാണാം. ഇറ്റ്സ് മീ ഫിറോസ് മുഹമ്മദ് സൈനിങ് ഓഫ്.